വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വേദഭാഗത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വേദഭാഗം. 1 കൊരിന്ത്യർ chapter 15 verse 19. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 15-ന്റെ 19-ാമത്തെ വേദഭാഗം. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വാക്യം വായിക്കാം. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ, പരിശോധിച്ചു നോക്കിയാൽ, നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവരാണ്. നമ്മൾ കർത്താവിൽ പ്രത്യാശ വെക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രത്യാശ കേവലം ഈ ആയുസ്സിൽ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിങ്കിൽ മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് എങ്കിൽ സകല മനുഷ്യരിലും നമ്മൾ അരിഷ്ടന്മാരത്രേ എന്നാണ് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയില് കർത്താവിന്റെ വേല ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ദീർഘവർഷങ്ങള് ആഫ്രിക്കയില് സുവിശേഷ പ്രവർത്തനം ചെയ്യുകയും അനേക ആത്മാക്കളെ നേടുകയും ചെയ്തതിന് ശേഷം തന്റെ പ്രായാധിക്യത്തോടുള്ള ബന്ധത്തിങ്കല് തന്റെ സ്വന്തം ദേശമായ അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് മടങ്ങി വരണമെന്ന് താൻ ആഗ്രഹിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ കപ്പൽ മാർഗം താൻ യാത്ര ചെയ്ത് ന്യൂയോർക്കിലെ ആ പോർട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പം ദീർഘ ദിവസങ്ങളിലെ ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു വലിയ ചിന്ത, ഇത്രയും വർഷം താന്റെ ആ സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ചും അനേക ആത്മാക്കളെ നേടിയതിനെ കുറിച്ചും ഒക്കെ തന്റെ ദേശത്ത് അനേകര് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താൻ മടങ്ങി വരുമ്പോൾ തന്റെ ദേശക്കാരെല്ലാം കടന്നു വന്ന് തന്നെ സ്വീകരിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ തന്റെ ഹൃദയത്തിനകത്ത് കടന്നു വരികയാണിട വന്നത്. അത് മാത്രമല്ല, താൻ വിട്ടേച്ചു പോകുന്ന ആ മിഷൻ സ്റ്റേഷനെ കുറിച്ചും അവിടെയുള്ള ആത്മാക്കളെ കുറിച്ചും ഒക്കെയുള്ള ചിന്തകള് തന്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ചില ദിവസങ്ങളിലെ യാത്രകൾക്ക് ശേഷം ന്യൂയോർക്കിലെ പോർട്ടിലേക്ക് ആ കപ്പൽ അടുക്കുമ്പോൾ താന് ആ ഡെക്കിൽ കയറി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ കരയില് അനേക ആളുകൾ ബാൻഡ് സെറ്റും ഭയങ്കര ആഘോഷകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒത്തിരി ആളുകൾ അവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് വലിയ ഒരു സന്തോഷം ഉണ്ടായി. എല്ലാവരെയും കൈവീശി താൻ ഇങ്ങനെ കാണിക്കുവാൻ ഇടവന്നു. എന്നാൽ ഈ കപ്പല് അങ്ങോട്ട് അടുത്തടുത്ത് വരുമ്പോൾ തനിക്ക് മനസ്സിലായി തന്നെ നോക്കിയല്ല ഈ ജനം മുഴുവൻ എന്താ പറയുന്നത് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ പ്രോത്സാഹനത്തോടുകൂടി കൈവീശി കാണിക്കുന്നത്. മറിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ചില ദിവസങ്ങൾക്ക് വേണ്ടി ആഫ്രിക്കയിൽ വിനോദസഞ്ചാരത്തിന് പോയിരുന്നു. അദ്ദേഹം മടങ്ങി വരുന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് അവിടെ അത്രയും ജനക്കൂട്ടം കൂടി വന്നത് എന്ന് തനിക്ക് മനസ്സിലാകുവാൻ ഇടവന്നു. എന്നിട്ടും തന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല. താന് അവിടെ ഇറങ്ങിയതിനു ശേഷം താൻ നോക്കി തന്നെ അയച്ച മിഷൻ സംഘടനയിൽ നിന്നെങ്കിലും ആരെങ്കിലും തന്നെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് അവിടെ ഇവിടെയെല്ലാം പരതി നോക്കി. എന്നാൽ ആരും കണ്ടില്ല. അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് വലിയ ദുഃഖമുണ്ടായി. താന് തന്റെ ഭവനത്തിൽ ചെന്ന് ബെഡ്റൂമിനകത്ത് കയറി വാവിട്ട് കരയുവാൻ ഇടവന്നു. കാരണം ഇത്രയും വർഷം ആഫ്രിക്കയില് സുവിശേഷ പ്രവർത്തനം ചെയ്തിട്ടും അനേക ആത്മാക്കളെ നേടിയിട്ടും താൻ മടങ്ങി വന്നപ്പോൾ തന്നെ സ്വീകരിക്കാൻ പോലും ആരും ഇല്ലായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് തന്റെ ഹൃദയത്തിനകത്ത് വലിയ ഭാരവും വേദനയൊക്കെ ഉണ്ടായി. അപ്പം ദൈവത്തിന്റെ ആത്മാവ് തന്നോട് ഇടപെടുവാൻ ഇടവന്നു. അമേരിക്കൻ പ്രസിഡന്റ് തന്റെ സ്വന്തം ഭവനത്തിലേക്ക് വന്നതുകൊണ്ടാണ് അത്രയും വലിയൊരു സ്വീകരണം തനിക്ക് ലഭിച്ചത്. എന്നാല് നീ ഇതുവരെ നിന്റെ സ്വന്തം ഭവനത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. നിന്റെ സ്വന്തം ഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ നീ ചെയ്ത പ്രവർത്തികൾക്കൊക്കെ നിനക്കൊരു പ്രതിഫലം ഉണ്ടാകും എന്ന ദൈവത്തിന്റെ ആത്മാവ് തന്നോട് ഇടപെടുവാൻ ഇടവന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവത്തിന്റെ ആലോചന വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന നാം നമ്മുടെ സ്വന്തം ഭവനത്തിൽ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. ഇവിടെ നമ്മൾ പരദേശികളാണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്വന്തം ഭവനം ഇവിടെ അല്ല. ഹല്ലേലൂയ. നമ്മൾ പരദേശികളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ
ആമേൻ, ആ നിത്യഭവനത്തിന്റെ അവകാശം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാപിക്കുവാനുള്ള വലിയ പ്രതീക്ഷയിലും പ്രത്യാശയിലും ജീവിക്കുവാൻ ആണ് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ആമേൻ, പൗലോസ് ആമേൻ താൻ പറഞ്ഞ സുവിശേഷം, ആമേൻ ഹല്ലേലൂയ, കൊരിന്ത്യ സഭ കേട്ട സുവിശേഷം, അവർ വിശ്വസിച്ച സുവിശേഷം അത് വൃഥാവല്ല എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം യേശു കർത്താവ് തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷമായി. അതിനുശേഷം 500 പേർക്ക് പ്രത്യക്ഷമായി. പിന്നീട് യാക്കോബിനും ബാക്കിയുള്ള അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി. ആമേൻ, അവസാനത്തെങ്കല് പൗലോസിനും താൻ പ്രത്യക്ഷനായി എന്നുള്ള ഭാഗങ്ങളാണ് ആമേൻ അവിടെ ആ പശ്ചാത്തല ഭാഗത്ത് വിവരിക്കുന്നത്. അതിനുശേഷം പൗലോസ് അവരോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് ആമേൻ നിങ്ങളിൽ പലരും ആമേൻ പ്രൈസ് ദി ലോർഡ് ചിന്തിക്കുന്നത് എന്ത്? ആമേൻ, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അതിനുശേഷം ആമേൻ അവിടെ പറയുന്ന ഭാഗമാണ്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ ആത്മീയ സത്യമാണ്. നമ്മള് ആമേൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആമേ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായി ആമേ കർത്താവിന് ആരാധനയും മഹത്വവും കൊടുക്കുവാനും നിത്യജീവനോടുള്ള പ്രതീക്ഷയില് ആത്മീയ ജീവിതം നയിക്കുവാനും വിളിക്കപ്പെട്ട നമ്മള് ആമേ പലപ്പോഴും നമ്മുടെ ജീവിത യാത്രയില് നമ്മൾ ഇറങ്ങിത്തിരിച്ച ആമേൻ ആ ഉദ്ദേശം മനസ്സിലാക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആമേൻ ലൗകികമായിട്ടുള്ള പല കാര്യങ്ങളുടെ പിന്നാലെ നമ്മള് ആമേ തിരിഞ്ഞോടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് ഹൃദയമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണെന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരുങ്ങുവാനാണ് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശ്വാസ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ഒക്കെ ആമേ പ്രൈസ് ഒരു വലിയ ആമേ ലിസ്റ്റ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അവിടെ അത് തുടങ്ങുന്നത് തന്നെ വിശ്വാസം എന്നതോ ആശ്രയിക്കുന്നതിൽ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമേൻ ആ അധ്യായം തന്നെ തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവിടെ നമ്മൾ ആ ഭക്തന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവരെന്തിനു വേണ്ടിയാണ് പ്രത്യാശ വെച്ചിരുന്നത്, അവരെന്തിനു വേണ്ടിയാണ് ആശിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഇന്നുള്ള ആത്മീയ ഗോളത്തിനകത്ത് ദൈവമക്കൾ പ്രതീക്ഷിക്കുന്നതും പ്രത്യാശിക്കുന്നതിൽ നിന്നും വിപരീതമായിട്ട് അവരുടെ പ്രത്യാശകളും ആശകളും ആമേ മറ്റൊന്നായിരുന്നു എന്നുള്ളത് ആ അധ്യായം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് ആമേൻ അത് കണ്ട് അഭിവന്ദിച്ച് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവരുടെ ആത്മീയ ജീവിതത്തിനകത്ത് അവര് തിരിച്ചറിഞ്ഞ ഒരു കാര്യം, ഈ ഭൂമിയിൽ ഞങ്ങൾ ആരാണ്? അന്യരാണ്, പരദേശികളാണ് എന്ന് പറഞ്ഞ് അവര് വിശ്വാസത്തിൽ തന്നെ അവര് മരിക്കുവാൻ ഇടവന്നു. വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ അവർ അവസാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ചില നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശ അവരെ ബാധിച്ചില്ല. കാരണം അവർക്ക് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ ആരാണ്? ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ് എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടി അവരുടെ ആത്മീയ ജീവിതം അവർക്ക് നയിക്കുവാൻ കഴിഞ്ഞു. ഇങ്ങനെ പറയുന്നവര് ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ എന്ത് ചെയ്തു? കാംക്ഷിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, ഈ ലോകത്തിലെ ഏതെങ്കിലും നേട്ടങ്ങളല്ലായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവര് അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ അവരുടെ ജീവിതത്തിനകത്ത് കാംക്ഷിക്കുവാനും
അതിനുവേണ്ടി അവരുടെ ജീവിതത്തെ കാഴ്ചവെക്കുവാനും ഇടവന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല, അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണെന്ന് അവർ തിരിച്ചറിയുന്നു. അപ്പോൾ തന്നെ ആമേൻ, അവര് അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ അവർ കാംക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ദൈവമാണെന്ന് പറയുന്നതിനകത്ത് അവർ ലജ്ജിച്ചില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ലോക ജീവിതത്തിനകത്ത് നമ്മൾ ആരാണെന്ന് ആമേൻ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്ക് തുറന്നു പറയുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ലക്ഷ്യം എന്താണെന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇതുവരെയും നമ്മൾ കാണാത്തത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ ഈ ഭൂമിയിലുള്ളതെല്ലാം നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചെവി കൊണ്ട് ഈ ഭൂമിയിലുള്ളതെല്ലാം നമുക്ക് കേൾക്കാം. എന്നാൽ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കാണുവാനും കേൾക്കുവാനും കഴിയാത്തത് എന്താണ്? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ അനുഭവമാണ്, ആ നിത്യതയാണ്. പ്രൈസ് ദി ലോർഡ്. ആ തേജസ് അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ അനുഭവത്തിന് വേണ്ടിയാണ് അവരെല്ലാവരും ദൈവസന്നിധി കാത്തിരുന്നത്. അവര് വിശ്വാസത്തിൽ ജീവിച്ചത്, വിശ്വാസത്തിൽ മരിച്ചതൊക്കെ ആമേൻ ഈ ഒരു വലിയ പ്രത്യാശയോടുകൂടി ആയിരുന്നുവെന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ. കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാമും ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എങ്കിലും നാം ആമേൻ ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. എന്നാൽ കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നാം അവനെ പ്രൈസ് ദി ലോർഡ്. നാം താൻ ഇരിക്കുന്നത് പോലെ തന്നെ അവനെ കാണുന്നത് കൊണ്ട് അവനോട് നമ്മൾ ആരായിത്തീരും? സദൃശ്യന്മാരായിത്തീരും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്തുവിനോട് സാദൃശ്യത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടും എന്നുള്ളത് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അതിന്റെ അകത്തു തന്നെ ആമേൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അവനിൽ ഈ പ്രത്യാശയുള്ളവർ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ എന്ത് ചെയ്യണം? നിർമ്മലീകരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ ഇന്ന് രാത്രികാലം വചനം പറയുകയാണ്, നമുക്ക് ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നത്, മറിച്ച് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഒരു ഉയർപ്പുണ്ട്. ഒരു തേജസ്സിന്റെ അനുഭവമുണ്ട്. കർത്താവിനോട് കൂടെയുള്ള വാസമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രികാലം കടന്നു വരുന്നുവെങ്കിൽ അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? നിർമ്മലീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ജീവിതത്തിനും വേർപാടിനും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാധാന്യത കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ഈ വിശുദ്ധിക്കും വേർപാടിനും ഒക്കെ പ്രാധാന്യത കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആദ്യം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഭക്തന്മാര് ഹല്ലേലൂയ ഈ ലോകത്തിൽ അന്യരാണ്, പരദേശികളാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് ഈ ലോകത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി മാത്രമല്ല അവർ ഓടിയത്, മറിച്ച് അവരുടെ ദർശനം എന്ന് പറയുന്നത് അധികം നല്ലതിനെ, അതായത് ഈ ലോകത്തെ കണ്ടതിനേക്കാളും കേട്ടതിനേക്കാളും ശ്രേഷ്ഠകരമായതൊന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയമായതാണ് അത്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി അവർ കാംക്ഷിച്ചിരുന്നു, അവര് അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരുന്നു, അതിനുവേണ്ടി അവർ അധ്വാനിച്ചിരുന്നു, അവരെ തന്നെ വിശുദ്ധിയിൽ കാക്കുവാൻ
ഓർമ്മപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിയണം. ആ ലക്ഷ്യം ഒരു പ്രാവശ്യം നമ്മൾ ആമേൻ അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതം അതനുസരിച്ച് രൂപാന്തരപ്പെടുവാനും ആമേൻ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുവാനും ഇടവരും. അതിനകത്ത് ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതം എന്നുള്ളതാണ്. ആമേൻ വേർപാടിന്റെ അനുഭവം എന്നുള്ളതാണ്. ആ അനുഭവത്തിൽ തുടരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മരണത്തിനപ്പുറത്തുള്ള നിത്യതയെ പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് രാത്രികാല നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ഓട്ടക്കളത്തിൽ ഓടുവാൻ തയ്യാറാകുന്ന ഒരു ഓട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഓട്ടത്തിന് വേണ്ടി വരികയല്ല. അവന്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്, അവന്റെ മുമ്പിൽ ഒരു പ്രൈസ് ലഭിക്കുമെന്നുള്ള തിരിച്ചറിവുണ്ട്. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യുകയാണ്? അവന്റെ ശരീരത്തെ രൂപപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ്, അവന്റെ പേശികളെ ബലപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവന് മുമ്പിൽ ഒരു ഓട്ടമുണ്ട്, അവന് മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ അച്ചീവ് ചെയ്യുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഒരു ഓട്ടക്കാരന് അത്രമാത്രം ഒരു ലക്ഷ്യത്തിന് വേണ്ടി തന്നെ തന്നെ ഒരുക്കുന്നുവെങ്കിൽ ആത്മീയ ജീവിതം നയിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ വചനത്തിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മൾ എത്ര അധികമായിട്ട് നമ്മളെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് നമ്മുടെ കഴിവ് കൊണ്ട് സാധ്യമല്ല, അത് നമ്മുടെ ശക്തി കൊണ്ട് സാധ്യമല്ല. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ഇന്ന് രാത്രികാല ആമേൻ ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയും ആത്മാവിന്റെ സഹായത്തോടുകൂടി നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചു ആമേൻ മുമ്പോട്ട് പോകുമ്പോൾ ആ വിശുദ്ധ ജീവിതം സാധ്യമാകുന്നു. അങ്ങനെ വിശുദ്ധ ജീവിതം സാധ്യമാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം വളരെ ശക്തമായി നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 8-ാമത്തെ അധ്യായത്തിലേക്ക് ആമേൻ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാട്ടെ. റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 18 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 3 വിധത്തിലുള്ള ഞരക്കങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, സൃഷ്ടി ഞരങ്ങുന്നതായിട്ട് ആമേ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആമേ പ്രൈസ് ദി ലോർഡ് ആമേ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി ആമേ കാത്തുകൊണ്ട് ആമേൻ ഉള്ളിൽ ഞരങ്ങുന്നതിനെ കുറിച്ച് അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് ആമേൻ ഉച്ചരിച്ചുകൂടാത്ത ആമേൻ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാണ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 3 വിധത്തിലുള്ള ഞരക്കങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. സൃഷ്ടി ഞരങ്ങുകയാണ്. ആമേൻ. നമ്മുടെ ശരീരം വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഞരങ്ങുകയാണ്. ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക. 3 വിധത്തിലുള്ള ഞരക്കങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് സൃഷ്ടി ഞരങ്ങുന്നത്? പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത് ഈ കാലത്തിലെ ആമേൻ നമ്മി വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങള് സാരമില്ലെന്ന് എണ്ണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സൃഷ്ടിയുടെ ഞരക്കത്തിന് കാരണം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ സൃഷ്ടി ഹല്ലേലൂയ ആമേൻ ഈ ഭൂമിയെ നമ്മൾ നോക്കിയാൽ അല്ലെങ്കിൽ സകല സൃഷ്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ ഈ ആമേൻ ഭൂമി ഓരോ ദിവസവും ഡിക്കേയിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ് ദ്രവത്വത്തിന്റെ അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞ വാസയോഗ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇന്നലകളിൽ നമ്മൾ കണ്ട ഒരു കാലാവസ്ഥയല്ല ഇന്നത്തെ കാലാവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്തും മഴ പെയ്യുക. ആമേൻ. മഴ പെയ്യുമ്പോൾ കുറച്ച് സമയം പെയ്താൽ തന്നെ ആമേൻ ഒരു വലിയ ആമേൻ വെള്ളത്തിന്റെ അളവ് ഈ ഭൂമിയിലേക്ക് നിബന്ധിക്കുകയും. അപ്പോ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഈ ഭൂമി വാസയോഗ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുക.
ജീവിപ്പിക്കുക. അതിന്റെ കാരണം എന്നാന്ന് വചനപ്രകാരം നമുക്കറിയാം. മനുഷ്യന് പാപം ചെയ്ത നിമിത്തമായിട്ട് ഈ ഭൂമി ശാപഗ്രസ്തമായി തീർന്നു. മുള്ളും പറക്കാലിയും ഒക്കെ ഇതിനകത്തുനിന്ന് മുളയ്ക്കും എന്നുള്ളത് ആമേൻ ദൈവത്തിന്റെ ശാപമായിട്ട് ആമേൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതാണ്. ആമേൻ പ്രൈസ്. അതുകൊണ്ട് തന്നെ ആ ഭൂമി അല്ലെങ്കിൽ സകല സൃഷ്ടികളും ഒക്കെ ഇന്ന് ആമേൻ ഈറ്റുന്നോവോടെ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? പ്രൈസലോ ആമേ പ്രൈസലോ ദൈവപുത്രന്മാരുടെ ആമേ പ്രൈസലോ ഹല്ലേലൂയ ആമേ ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ആമേൻ ഈ സൃഷ്ടികളൊക്കെ കാത്തിരിക്കുകയാണ്. കാരണം എന്താണ്? അത് സംഭവിക്കുമ്പോൾ ഈ സൃഷ്ടിക്കൊരു പുതുക്കം സംഭവിക്കും. പ്രൈസലോ. അപ്പോ സൃഷ്ടിക്കൊരു ആമേ പുതുക്കം സംഭവിക്കും എന്നുള്ള തിരിച്ചറിവ് ആമേൻ ഉണ്ടായിക്കൊണ്ട് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്, വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അത് മാത്രമല്ല ആമേ പ്രൈസലോ ആത്മാവ് എന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ ആമേ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാ. പ്രൈസലോ നമ്മുടെ ആത്മാവിന്റെ രക്ഷ സംഭവിച്ചു. ആമേൻ ദേഹിയുടെ രക്ഷ വർത്തമാന കാലഘട്ടത്തിൽ വിശുദ്ധ ജീവിതത്തിലൂടെ ദേഹിയുടെ രക്ഷ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസലോ ആമേൻ. ഇനി ആമേൻ നമ്മുടെ ദേഹത്തിന്റെ രക്ഷ സംഭവിക്കണം. പ്രൈസലോ ആമേൻ. ഈ ദേഹത്തിന്റെ രക്ഷ ആമേൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്. ഹല്ലേലൂയ. നമ്മൾ മക്കളാണ്, നമുക്കറിയാം, നമ്മൾ അവകാശികളുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദത്തെടുപ്പ് എന്ന അഡോപ്ഷൻ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അഡോപ്ഷന്റെ ഒരു പൂർത്തീകരണം സംഭവിക്കുന്നത് ആമേ പ്രൈസ് ദി ലോർഡ് ആ പുത്രത്വത്തിന്റെ അനുഭവത്തിൽ ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും ലഭിക്കുന്ന ആ നിത്യതയിലേക്ക്, ആ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോഴാണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ സൺഡേയിൽ ഈ ഭാഗങ്ങള് ആമേ ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രൈസ് ആ കാലഘട്ടത്തിൽ അഡോപ്ഷൻ നടക്കുമ്പോൾ ആമേ പ്രൈസില് പഴയ കുടുംബത്തിലെ എല്ലാ അവകാശങ്ങളും വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ പുതിയ കുടുംബത്തിലെ അവകാശിയായി തീരാൻ പറ്റത്തുള്ളൂ. പ്രൈസലോ. ഇനി പഴയ കുടുംബത്തിൽ എന്തെങ്കിലും അവൻ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പുതിയ പിതാവ് അല്ലെങ്കിൽ ഇവനെ ദത്തെടുക്കുന്ന ഈ പിതാവ് എന്ത് ചെയ്യുക? അവന്റെ കടങ്ങളെല്ലാം വീട്ടിൽ കൊടുക്കും. പ്രൈസ്. അത് മാത്രമല്ല 7 സാക്ഷികളുടെ നടുവിലാണ് ഈ അഡോപ്ഷൻ പ്രക്രിയ നടക്കുന്നത്. കാരണം നാളെ ഈ പിതാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവന്റെ അവകാശം നഷ്ടപ്പെട്ടു പോകരുത്. പ്രൈസ്. ദൈവമക്കളെ, ദൈവത്തിന്റെ വചന ശക്തമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഇന്നലകളിൽ നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലുമായിരുന്നു. ഈ ലോകത്തിന്റെ അധിപതിയുടെ കീഴിലായിരുന്നു, പാപത്തിന്റെ അധീനതയുടെ നടുവിലായിരുന്നു. എന്നാൽ ആ പാപ ജീവിതം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അതിനെ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ആമേൻ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് യഥാർത്ഥ പുത്രത്വത്തിന്റെ അനുഭവം നമുക്ക് പ്രാപിക്കുവാൻ ആമേൻ കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്നലകളിലെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ക്രൂശിൽ കർത്താവ് ആമേ തന്റെ രക്തത്തുള്ളികൾ ഊറ്റി തന്ന് ഹല്ലേലൂയ അതിനെയെല്ലാം ഹല്ലേലൂയ വീട്ടി ഹല്ലേലൂയ നമ്മളെ വിലയ്ക്ക് മേടിച്ചു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അവിടെ സാക്ഷ്യം വഹിച്ചു. എന്താണ് ആ സാക്ഷ്യം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പുത്രത്വം അതിന്റെ അവകാശവും നഷ്ടപ്പെട്ടു പോകരുത്, പാപത്തിന്റെ വഴികളിലേക്ക് നമ്മൾ പോകാതിരിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ആര് ആ ശബ്ദം കേൾക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആര് ആ വചനത്തെ അനുസരിക്കുന്നുവോ അവരുടെ ജീവിതത്തിനകത്ത് വിശുദ്ധിയോടെ തുടരുവാൻ, ദൈവ മക്കളായി ദൈവിക അവകാശങ്ങളിൽ തുടരുവാൻ കഴിയുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ നോക്കുക, ആമേൻ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത്? കർത്താവിന്റെ വരവിങ്കലാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് വചനത്തിനകത്ത് പറയുന്നത്, കർത്താവിന്റെ വരവിങ്കൽ. ഹല്ലേലൂയ. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യം, അല്പം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യം, നമ്മൾ അടക്കം ചെയ്യുന്ന ശരീരം ഉയർക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. അടക്കം ചെയ്യുന്ന ശരീരമല്ല ഉയർക്കുന്നത്, നമുക്ക് ഉയർക്കുന്ന തേജസ്സിന്റെ ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അടക്കുന്ന ദ്രവത്വമുള്ള ശരീരമാണെങ്കിൽ ഉയർക്കുന്ന അദ്രവത്വമുള്ള ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളോട് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കണം. അത് കർത്താവിന്റെ വരവെങ്കില് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യാശയുള്ളവരായിട്ട്
ആമേൻ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നമ്മളെ തന്നെ ഒരുക്കി ഹല്ലേലൂയ അതിനുവേണ്ടി കാംക്ഷിക്കുന്നവരായി നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേ താഴോട്ട് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ആമേ പക്ഷവാദം ചെയ്യുന്നു. കാരണം വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മള് ആമേൻ ഈ ലോക ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ നിത്യതയോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയുവാൻ ആഗ്രഹിക്കുന്നത് നിത്യതയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ദൈവമേ എന്നെ അതിനുവേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധനായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്, നന്മ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ആമേ പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ വഴികളിലേക്ക് വീണുപോകാൻ അനുവദിക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. കഷ്ടതകളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. ആമേ വേണ്ടുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് തന്നെ ആമേൻ അടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ആമേ വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വാക്യം പലപ്പോഴും ഭൗതികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ ഈ കോണ്ടസ്റ്റിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കാൻ പോവുകയാണ്. കഷ്ടത വരട്ടെ, ആമേൻ, ഉപദ്രവം വരട്ടെ, നഗ്നത വരട്ടെ, പട്ടിണി വരട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അതിനെ വേർപിരിക്കത്തില്ലെന്ന് ആമേ പൗലോസ് വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ പൗലോസിന് ഒരു വലിയ തിരിച്ചറിവുണ്ട്. ഹല്ലേലൂയ. ഇന്നുള്ള കഷ്ടതകൾ എന്ത് തന്നെയാണെങ്കിലും ഹല്ലേലൂയ അതാണ് ആ 18ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ലോക ജീവിതത്തിനകത്ത് എന്തൊക്കെ കഷ്ടതകൾ വന്നാലും, ഏതൊക്കെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, ഏതൊക്കെ ആമേ രോഗങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഏതൊക്കെ നിന്ദകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടതായിട്ട് വന്നാലും, ഇതൊക്കെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അത് എന്നാണ്? ആമേൻ പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് ക്രിസ്തുവിനോട് അനുരൂപരായി നമ്മൾ രൂപാന്തരപ്പെടുന്ന ആ ദിവസം. 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം പ്രൈസ് ദി ലോർഡ് അതിന്റെ 18ാമത്തെ വാക്യമാണ് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്ന് വായിക്കട്ടെ. 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 18ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന ആമേ കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിനോട് നമ്മൾ അനുരൂപരായി രൂപാന്തരപ്പെടുന്ന ദിവസം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ദിവസമാണ് ആ നിത്യതയെ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ വചനം ഇന്ന് രാത്രികാലം വളരെ ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ഈ സൃഷ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. നമ്മുടെ ദേഹം ആമേൻ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി, ശരീരം ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാ. ആത്മാവ് ആമേൻ ഞരങ്ങി നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ഇതെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന ഒരു ദിവസം വരുന്നു. കാഹളം ധ്വനിക്കുവാൻ പോകുന്നു. മരിച്ചവർ അക്ഷയരായി ഉയർക്കാൻ പോകുന്നു. ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുവാൻ പോകുന്നു. ആ രൂപാന്തരം സംഭവിക്കുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിനെ നമ്മൾ കാണുവാൻ പോകുന്നത് കൊണ്ട് അവനോട് സമനായി നമ്മൾ രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. അവനായിരിക്കുന്നത് പോലെ ആ തേജസ്സിന്റെ ശരീരത്തെ പ്രാപിച്ചുകൊണ്ട് ആമേൻ അവനോട് കൊണ്ട് വസിക്കുന്ന ആത്മീയ സുദിനം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മളോട് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അതിന്റെ 3-ാമത്തെ അധ്യായം 20-21 വേദഭാഗങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3-ന്റെ 20-21 വേദഭാഗങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട്
അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രൈസലോ. അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കും, നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിലാണ് ഉള്ളത്. പ്രൈസലോ. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായിട്ട് വരും എന്ന് നാം കാത്തിരിക്കുന്നു. പ്രൈസലോ. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, അങ്ങനെ എത്ര പേര് കാത്തിരിക്കുന്നുണ്ട്? പ്രൈസലോ. കർത്താവ് രക്ഷിതാവായിട്ട് വരും. പ്രൈസലോ. ആമേൻ. ഇന്ന് രാത്രികാലം കാഹളം ധ്വനിച്ചാൽ ഹല്ലേലൂയ, ആമേൻ, മധ്യാകാശത്തെ കർത്താവ് വരുമെന്ന് ആമേൻ വിശ്വസിക്കുവാൻ കഴിയുന്ന എത്ര പേര് ഇന്ന് രാത്രികാലം ആമേൻ ഈ വചനത്തെ കേൾക്കുന്നു? പ്രൈസലോ. ഹല്ലേലൂയ. അവിടെ വളരെ വ്യക്തമായി പറയും, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇവിടെ നമ്മള് പരദേശികളാണ്. ഇവിടെ നമ്മള് ശാശ്വത ഭവനത്തിലല്ല വസിക്കുന്നത്, കൂടാരത്തിനകത്ത് വസിക്കുന്നവരാണ്. എന്നാൽ നിലനിൽക്കുന്ന ഒരു കെട്ടിടമാണ് ആമേ പ്രൈസ്ലോ തേജസ്സിന്റെ ശരീരം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അത് താൽക്കാലികമല്ല, അത് ടെമ്പററി അല്ല, അത് പെർമനന്റ് ആയിട്ടുള്ള ആമേ അവസ്ഥയാണ്. പ്രൈസലോ. അത് കർത്താവ് നമുക്ക് തരുന്നതാ. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവ് നമ്മുടെ രക്ഷിതാവായിട്ട് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, ആമേൻ, ഈ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? ഇത് താഴ്ചയുള്ള ശരീരമായി. ഇതിനകത്ത് രോഗമുണ്ട്, ഇതിനകത്ത് വേദനയുണ്ട്, ഇതിനകത്ത് പ്രയാസമുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം സഹിച്ചോണ്ട് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം തരുന്ന പ്രത്യാശ എന്നാണെന്നറിയാമോ? ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ആമേൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ വേദനകൾ മാറുവാൻ പോകുന്നു, എന്റെ കഷ്ടതകൾ മാറുവാൻ പോകുന്നു, എന്റെ കണ്ണീര് മാറുവാൻ പോകുന്നു. കാരണം എന്താണ്? ആമേൻ. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതിക്കലായിരിക്കുന്നത് കൊണ്ട് ആമേൻ എനിക്കൊരു രൂപാന്തരം സംഭവിക്കും. എന്റെ കർത്താവിനെ എതിരേൽക്കുവാൻ ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടും എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളില് ഇന്ന് രാത്രികാലം കടന്നു വരട്ടെ. പ്രൈസലോ. ആമേൻ. പ്രൈസലോ. തെസ്സലോനിക്ക സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ ആമേൻ അവര് കഷ്ടതയുടെ നടുവിലും സുവിശേഷം ആമേൻ സ്വീകരിച്ചപ്പോൾ അത് പൗലോസിന്റെ വചനമായിട്ടല്ല സ്വീകരിച്ചു, മറിച്ച് അത് ദൈവത്തിൽ നിന്നുള്ള വചനമാണ്, ദൈവത്തിന്റെ വചനമാണെന്ന് പറഞ്ഞ് സ്വീകരിച്ചപ്പോ ഈ വചനം അവര് വ്യാപരിക്കാൻ തുടങ്ങി. പ്രൈസലോ. അങ്ങനെ വചനം വ്യാപരിച്ചപ്പോൾ അവർ രണ്ട് അന്യഭാഷ പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ എഴുന്നേറ്റ് പോവുകയല്ല ചെയ്തത്. വചനം വ്യാപരിച്ചപ്പോൾ അവരൊന്ന് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീർന്നു. പ്രൈസലോ. ആമേൻ. അവരുടെ ജീവിതം ആമേൻ ലോകത്തെ അനുകരിക്കുകയല്ല, ലോകത്തിന്റെ ഫാഷനുകളെ അനുകരിക്കുകയല്ല, ആമേൻ ഇന്നുള്ള പുതിയ ട്രെൻഡുകളെ അനുകരിക്കുകയല്ല, മറിച്ച് അവർ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീർന്നു. പ്രൈസലോ. രണ്ട്, അവരുടെ വിശ്വാസം ചർച്ച ചെയ്യപ്പെടുവാൻ ഇടവന്നു. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസലോ. അവരുടെ വിശ്വാസം ചർച്ച ചെയ്യപ്പെട്ടു. ആമേൻ. മൂന്ന്, അവർ വിട്ടുകളയേണ്ടതിനെ അവരുടെ മധ്യത്തിൽ നിന്ന് വിട്ടുകളഞ്ഞു. പ്രൈസലോ. ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ നീക്കുവാൻ ഇടവന്നു. പ്രൈസലോ. ആമേൻ. അവസാനമായിട്ട് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവര് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീർന്നു. പ്രൈസലോ. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കേൾക്കുന്ന വചനങ്ങള് ആമേൻ, നമ്മൾ കേൾക്കുന്ന സുവിശേഷം ഹല്ലേലൂയ, അത് കേവലം ഈ ലോക ജീവിതത്തിനകത്തെ നേട്ടങ്ങളെ കുറിച്ച് അക്കമിട്ട് പറയുന്ന വചനങ്ങളും സുവിശേഷങ്ങളുമായി മാത്രം മാറരുത്. മറിച്ച് നമ്മൾ കേൾക്കുന്ന വചനവും സുവിശേഷവും ഒക്കെ ഹല്ലേലൂയ നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നതായി തീരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇന്നലെ തോമസ് അങ്കിള് ആമേൻ ദൈവത്തിന്റെ വചനം സംസാരിച്ചപ്പോഴും ഇതേ ആശയത്തോടുകൂടെ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ഇടവന്ന്. പ്രൈസ്. നമുക്ക് ആവശ്യം ആമേൻ ഈ കാലഘട്ടത്തില് ആ നിത്യതയെ കുറിച്ചുള്ള ആമേൻ തിരിച്ചറിവും അതിനെക്കുറിച്ചുള്ള ആമേൻ ആ വാഞ്ചയും പ്രത്യാശയും ഒരുക്കവും ഒക്കെ ആണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാല ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. 2 തിമോഥെയോസ് 4-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം കൂടെ ഞാനൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 തിമോഥെയോസ് 4-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വേദഭാഗം. പ്രൈസലോ. അവിടെ എഴുതിയിരിക്കുന്ന, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത പ്രിയം വെച്ച ഏവർക്കും കൂടെ. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ നിര്യാണ കാലം അടുത്തു, ആമേ പാനീയാഗമായി ഞാൻ ഒഴിക്കപ്പെടുവാൻ പോകുന്നു. പ്രൈസലോ. അപ്പൊ മരണം ഏറ്റവും
അടുക്കലായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്ന നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. ആർക്കാണ് കിരീടം ലഭിക്കുന്നത്? അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഏവർക്കും, ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുക്കമുള്ള ഏവർക്കും, പ്രൈസ് ദി ലോർഡ്, ഈ ലോക ജീവിതത്തിനകത്ത് ദൈവം തന്ന ആയുസ്സിന്റെ നടുവിൽ ഹല്ലേലൂയ ആമേൻ പ്രത്യാശയോടെ ജീവിച്ച ഏവർക്കും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വളരെ ഹൃദ്യമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുവാനുള്ളത്, എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ആമേൻ. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് എത്ര പേർക്ക് പ്രത്യാശിക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ആ പ്രത്യാശ നഷ്ടപ്പെട്ട് കേവലം ക്രിസ്തുവിൽ നമ്മൾ പ്രത്യാശ വെക്കുന്നത് ഈ ലോക ജീവിതത്തിൽ മാത്രമാണ് എങ്കിൽ നമ്മൾ അരിഷ്ട മനുഷ്യരാണെന്നാണ് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മളോട് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വളരെ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ ലോക ജീവിതത്തിനകത്ത് ദൈവം തന്ന ആയുസ്, ദൈവം തന്ന ഈ ആത്മീയ ജീവിതം ആമേൻ എന്തിനു വേണ്ടി നമ്മൾ ചെലവിടുന്നു? നമുക്ക് ലഭിച്ച സമയങ്ങൾ എന്തിനു വേണ്ടി നമ്മൾ ചെലവിടുന്നു? ഏറ്റവും കൂടുതൽ സമയം നമ്മൾ എന്തിനു വേണ്ടി ചെലവിടുന്നു? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ പരദേശികളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നാം എന്തൊക്കെ ഈ ലോകത്തിനകത്ത് നേടിയാലും അതൊക്കെ ഈ ലോകത്തിൽ വിട്ടിട്ട് പോകണം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, ആമേൻ, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആമേൻ ഹല്ലേലൂയ നിത്യത എവിടെയായിരിക്കണം എന്നുള്ള ആ തിരിച്ചറിവോടുകൂടി അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഇടവരണമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് ഇന്ന് രാത്രികാലം നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ധനികനായ ഒരു മനുഷ്യന്റെ ഭൂമി നല്ലതായി വിളഞ്ഞു കഴിഞ്ഞപ്പോ അവന്റെ പാണ്ടികശാല വലുതാക്കിയിട്ട് ആ ധാന്യങ്ങളൊക്കെ അതിനകത്ത് കൂട്ടി വെച്ചിട്ട് തന്നോട് തന്നെ പറയുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പ്രൈസ് ദി ലോർഡ്. മൂഢ, ആമേൻ, നിന്റെ ആമേൻ ജീവനെ, നിന്റെ പ്രാണനെ എന്ന് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകുമെന്ന് ആമേൻ അവിടെ ദൈവശബ്ദം അവന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മള് ആമേൻ ഹല്ലേലൂയ ഭൗതികതയുടെ പിന്നാലെ ഓടുമ്പോ ഭൗതിക നേട്ടങ്ങൾ കൂട്ടിവെച്ചിട്ട് നമ്മുടെ ഈ മനോഭാവം അതാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആമേൻ. ഇനിയും ആമേൻ ദീർഘകാലം നമുക്ക് വസിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ആമേൻ ദൈവമക്കളെ മനസ്സിലാക്കുക, ഈ ഭൂമി വാസയോഗ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ആമേൻ കടന്നു വരുന്ന ഭൂകമ്പങ്ങൾ, ഹല്ലേലൂയ, പ്രതീക്ഷിക്കാത്ത ആമേൻ സമയത്ത് കടന്നു വരുന്ന ഉരുൾപൊട്ടലുകള്, ആമേൻ ശക്തമായ മഴ, ഹല്ലേലൂയ, കാലാവസ്ഥ വ്യതിയാനങ്ങള്, യുദ്ധങ്ങള്, യുദ്ധസ്തുതികള്, ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതിക്കലായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാ. ആമേൻ. ഇല്ല എങ്കിൽ ആമേൻ ഹല്ലേലൂയ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചിട്ട് ഒന്ന് വിചിന്തനം ചെയ്താട്ട്, ദൈവമക്കളെ, നാം എന്തിനു വേണ്ടിയാണ് നമ്മുടെ സമയം ചെലവഴിക്കുന്നത്? ആമേൻ. നമ്മള് ദൈവമക്കളാണെന്ന് പറയുമ്പോൾ തന്നെ ആമേൻ നമ്മൾ പ്രാർത്ഥിക്കുവാൻ എത്ര സമയങ്ങൾ കണ്ടെത്തുന്നുണ്ട്? ദൈവവചനം ധ്യാനിക്കുവാൻ എത്ര സമയങ്ങൾ കണ്ടെത്തുന്നുണ്ട്? കൂട്ടായ്മയ്ക്ക് പോകുവാൻ നമ്മൾ എത്ര സമയങ്ങൾ കണ്ടെത്തുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ലോകപ്രകാരമുള്ള മറ്റു പല കാര്യങ്ങൾക്കും അധിക സമയങ്ങൾ കണ്ടെത്തുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയോട് ചേർന്നിരിക്കുവാൻ എത്ര സമയങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു? ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ആമേൻ വചനമാകുന്ന ആ മായമില്ലാത്ത പാല് കുടിച്ച് വളരുവാൻ ദൈവമക്കളെ നമുക്ക് ഇടവരുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ആത്മീയ ക്ഷീണം സംഭവിക്കോ, പ്രത്യാശ നഷ്ടപ്പെടോ, നമ്മുടെ ട്രാക്ക് മാറിപ്പോകുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ട്രാക്ക് മാറിപ്പോകുവാനല്ല, നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. അതിനുവേണ്ടി ഇന്ന് രാത്രികാലം ഒരുക്കമുള്ളവരായി ദൈവസന്നിധിയിൽ ആയിരിക്കുവാനാണ് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തി ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. ഒരു തീരുമാനത്തിലേക്ക് കടന്നു വന്നാട്ടെ. ആമേൻ. നിത്യതയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്റെ ഹൃദയത്തിനകത്ത് ദൈവമേ നൽകി തരണമേ എന്ന് ദൈവത്തോട് ആമേൻ അപേക്ഷിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.